രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. രാജ്യത്ത് ഏറ്റവുമധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ 28.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ ഡോക്ടർമാർ അനർഹമായ ലീവെടുത്ത് പോയാൽ ചട്ടലംഘനമായി കണക്കാക്കി നടപടിയെടുക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ നിയമിച്ച 2 ഗൈനക്കോളജിസ്റ്റുകൾ ഉടനെ ലീവെടുത്തു പോയതായി സൂചിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും അവിടുത്തെ സേവനങ്ങൾ പൂർണ്ണതോതിൽ ജനങ്ങൾക്ക് ലഭ്യമാവണമെന്നും അവർ പറഞ്ഞു. രോഗത്തിന് മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1600 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികളാണ്. അതിൻ്റെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിലും അതിനു മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണത്തിന് വന്നത് ഞാൻ ഓർക്കുന്നു. അന്നും അതിനുശേഷവും ബഹുമാനപ്പെട്ട MLAയും പ്രസിഡന്റും ഒക്കെ എന്നോട് പറഞ്ഞ കാര്യം, അതിൽ ഇടപെട്ടുകൊണ്ടാണ് 2 ഡോക്ടർമാരെ മാറ്റി വീണ്ടും നിയമിച്ചു ഗൈനക്കോളജി. പക്ഷേ അവരും ലീവ് എടുത്ത് പോകുന്ന സാഹചര്യമാണുള്ളത്. അതിൽ ഒരു കാര്യമേ പറയാനുള്ളൂ, ജനുവിനല്ലാത്ത ലീവുകൾ തീർച്ചയായിട്ടും അത് അനധികൃത ലീവായിട്ട് തന്നെ ചട്ടപ്രകാരം കണക്കാക്കപ്പെടും. സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികളാണ്. ആ സേവനങ്ങൾ ജനങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണതോതിൽ ലഭ്യമാകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. KP കുഞ്ഞമ്മദ്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. EK വിജയൻ MLA, മുൻ മന്ത്രി KK ശൈലജ MLA, മുൻ MLA പാറക്കൽ അബ്ദുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ OT നഫീസ, OP ഷിജിൽ, K സജിത്ത്, VK റീത്ത, ജില്ലാ പഞ്ചായത്ത് അംഗം P സുരേന്ദ്രൻ, KC മുജീബ് റഹ്മാൻ, KK സുരേഷ്, ശ്രീജേശ്വരത്ത്, ബിജു കായക്കൊടി, P രാധാകൃഷ്ണൻ, KK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. 28 കോടി രൂപയ്ക്ക് പമ്പിച്ച മാറ്റം ഉണ്ടാവാൻ പോകുന്നത്. ആധുനിക വാർഡുകൾ, നല്ല തിയേറ്ററുകൾ, അങ്ങനെയുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെയാണ് നമ്മൾ പുതിയ സംവിധാനത്തിൽ വിഭാവനം ചെയ്യുന്നത്. നല്ല ഇമേജിംഗ് സെൻ്ററുകളൊക്കെ. ഏതായാലും ഇതിൻ്റെ എല്ലാം ഈ പരിഷ്കരണ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞ ആൾ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓരോന്നോരോന്നായി പൂർത്തിയാകുമ്പോൾ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. DMO രാജേന്ദ്രൻ സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് TC അനുരാധ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.